ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് തന്നെ ആദ്യം പോവുകയാണ്. തിരുവനന്തപുരം ഒരുവാതിൽക്കോട്ട ആക്കുളം നടപ്പാതയിൽ മാലിന്യം നിക്ഷേപിക്കാൻ ശ്രമിച്ചയാളെ നാട്ടുകാർ പിടികൂടി. പുളിയറക്കോണം സ്വദേശി ബിജോയിയാണ് പിടിയിലായത്. മേയർ വി രാജേഷ് സ്ഥലത്തെത്തി വാഹനം കോർപ്പറേഷൻ പിടിച്ചെടുത്തു. രാത്രിയുടെ മറപിടിച്ചുകൊണ്ട് ആശുപത്രിയിൽ നിന്നും പൗൾട്രി ഫാമുകളിൽ നിന്നൊക്കെ പലതും തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്തുനിന്നുള്ളവരാണ്. റൂറൽ ഏരിയയിൽ നിന്നൊക്കെ എടുക്കുന്ന മാലിന്യം ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ മഴക്കാലത്ത് കൊണ്ട് വലിച്ചെറിയുന്ന ഒരു ശീലം കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് കാണുന്നുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ്റെ കഴിഞ്ഞ ദിവസം കൂടിയ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങുവാൻ രാത്രികാലം ഉൾപ്പെടെ ഹെൽത്ത് സ്ക്വാഡിനോടൊപ്പം രംഗത്തിറങ്ങുവാൻ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല വാർഡുകളിലും കൗൺസിലർമാർ ഇപ്പോൾ ഫീൽഡിലുണ്ട്. ഇപ്പോൾ കടകംപള്ളി വാർഡ് കൗൺസിലർ ഇവിടുത്തെ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഈ പ്രദേശത്ത് മാലിന്യം കൊണ്ടെറിയുന്ന വിവരം കിട്ടിയിട്ടാണ് അവർ രാത്രി സർവൈലൻസ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ പുറകിൽ കാണുന്ന ലോറിയിൽ നിറയെ പൗൾട്രി ഫാം എന്നുള്ള വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഡംപ് ചെയ്യുന്നതായിട്ടുള്ള വിവരം കിട്ടി. അവരോട് എത്തി ലോറി അവർ തടഞ്ഞു. അതോടൊപ്പം തന്നെ ഡ്രൈവറെയും ഇതിനകത്ത് അവർക്ക് കിട്ടി. പോലീസിനെ അറിയിച്ചു. പോലീസ് ഒന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ട് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഈ വാഹനം മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് കോർപ്പറേഷൻ്റെ ഹെൽത്ത് സ്ക്വാഡ് സീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഗ്യാരേജിലേക്ക് മാറ്റും. പിന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ട് അതിൻ്റെ നിയമ നടപടികൾ മുന്നോട്ട് പോകും. ജിബിൻ ജെവിയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ജിബിൻ, കർശനമായ നടപടിയിലേക്ക് കോർപ്പറേഷൻ നീങ്ങുന്നു എന്നുള്ളതാണ് മേയറുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അമല തന്നെയാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ രാത്രികാലങ്ങളിൽ മാലിന്യങ്ങൾ റോഡിന്റെ വശങ്ങളിലേക്കും അതുപോലെ ജലാശയങ്ങളിലേക്കും വലിച്ചെറിയുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിലുണ്ടായ വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണവും അത് തന്നെയാണ്. ജലാശയങ്ങളിലേക്ക് മാലിന്യങ്ങൾ ഇറങ്ങി അത് ഈ ഓവുകൾ അടഞ്ഞുകൊണ്ടാണ് റോഡിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷന്റെ പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ഇറങ്ങിക്കൊണ്ട് ഒരു പരിശോധനയ്ക്ക് തയ്യാറാവുകയും ഇന്ന് രാത്രി 9:30 കൂടിയാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ആക്കുളം പാലത്തിന് സമീപമുള്ള വാക്വേയിലാണ് ഇങ്ങനെ മാലിന്യം നിക്ഷേപിക്കുന്നതിനായി എത്തിയ ഒരു ടിപ്പർ ലോറി നാട്ടുകാരും അതുപോലെ തന്നെ കടകംപള്ളി വാർഡ് കൗൺസിലറും ചേർന്ന് തടഞ്ഞിടുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തത്. തുടർന്ന് തിരുവനന്തപുരം നഗരസഭ മേയർ വി രാജേഷ് ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തി, പോലീസ് എത്തി, അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഹെൽത്ത് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയാണ് ഈ വാഹനം സീസ് ചെയ്യുകയും അതുപോലെ വാഹനത്തിന്റെ ഡ്രൈവറായിട്ടുള്ള കുടപ്പന്നംകുന്ന് സ്വദേശി ബിജോയെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വാഹനം ഇപ്പോൾ കോർപ്പറേഷന്റെ കസ്റ്റഡിയിലാണുള്ളത്. നമുക്ക് കാണാം. കാരണം അമൽ, ഈ സ്ഥലം എന്ന് പറയുന്നത് ആക്കുളം കായലാണ്. ആക്കുളം കായലിന്റെ ഒരു വശമാണ്. അതായത് ആക്കുളം കായലിന്റെ ഒരു വശത്ത് അവിടെ ഒരു വാക്ക് വേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് സായാഹ്നങ്ങളിൽ ആളുകൾക്ക് വന്നിരിക്കാനും നടക്കാനും ഒക്കെയുള്ള സ്ഥലം. അവിടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ മാലിന്യം ഈ രാത്രി ഒരു ടിപ്പർ വാഹനത്തിൽ കൊണ്ട് ഡംപ് ചെയ്യാനായി എത്തിയിരിക്കുന്നത്. കാഞ്ഞിരംപാറ ഉന്നതിയുടെയും അതിന്റെ വശങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ട് ഡംപ് ചെയ്തതെന്നാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഈ ബിജോയ് എന്ന് പറയുന്ന ഡ്രൈവർ വ്യക്തമാക്കിയത്. നമുക്ക് കാണാം. അതായത് അറവ് മാലിന്യങ്ങൾ, വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ, നാപ്കിൻ വേസ്റ്റുകൾ, വീടുകളിൽ ഉപയോഗിച്ച ബാക്കി വന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ, അങ്ങനെ മാലിന്യങ്ങൾ മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ തന്നെ തെരുവ് നായ്ക്കളുടെ കൂട്ടങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തി ഈ മാലിന്യങ്ങൾ കടിച്ച് കീറുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മേയർ വി രാജേഷ് പറഞ്ഞതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ രാത്രി കാലങ്ങളിൽ റോഡിന്റെ വശങ്ങളിലേക്കും ജലാശയങ്ങളുടെ വശങ്ങളിലേക്കും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു വിപുലമായ ടീം തന്നെ അവർ രൂപീകരിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് കോർപ്പറേഷന്റെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ, നാട്ടുകാർ ഇവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സംഘങ്ങളായിട്ട് പല സംഘങ്ങളായിട്ടാണ് ഈ രാത്രികാലങ്ങളിൽ പരിശോധനയ്ക്കായി ഇറങ്ങിയത്. അങ്ങനെയാണ് ഈ ആക്കുളം കായലിന്റെ വശങ്ങളിലും ഇങ്ങനെ മാലിന്യങ്ങൾ തള്ളുന്നുണ്ടോ എന്നുള്ളൊരു വിവരത്തെ തുടർന്ന് ഇന്ന് രാത്രി കടകംപള്ളി വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കാത്തിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബിജോയ് ഓടിക്കുന്ന ലോറി ഇങ്ങോട്ടേക്ക് എത്തുന്നതും ലോറി ഇവിടെ എത്തി മാലിന്യം ഈ ആക്കുളം കായലിന്റെ വശത്തേക്ക്, അതായത് ഈ വാക്കുവയുടെ വശത്തേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉടൻ തന്നെ അവിടേക്ക് ഈ നാട്ടുകാർ എത്തി ലോറി തടഞ്ഞിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇവർ ഉടൻ തന്നെ കോർപ്പറേഷൻ മേയർ വി രാജേഷിനെ ഇക്കാര്യം അറിയിച്ചു. മേയർ തന്നെ ഇങ്ങോട്ടേക്ക് എന്തായാലും തിരുവനന്തപുരം നഗരത്തിൽ നടപ്പാതയിൽ അറവ് മാലിന്യം തള്ളാൻ വന്നയാളെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ അധികൃതരും നാട്ടുകാരും ചേർന്ന് പിടികൂടിയിരിക്കുന്നത്. ജിബിൻ ജെബിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.